നാടൻ പാട്ടുവേദിയിലെ ഏറ്റവും തിളക്കമുള്ള പെൺശബ്ദമാണ് പ്രസീത ചാലക്കുടി. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും, കൈതോല പായ വിരിച്ച്, പള്ളിവാള് ഭദ്രാവട്ടകം തുടങ്ങി നാട്ടുമൊഴിത്തേന ആവാഹിച്ച ഒരു പിടി ഗാനങ്ങൾ മലയാളിക്ക് നൽകിയത് പ്രസീതയുടെ ശബ്ദത്തിലൂടെയാണ്. 16 വർഷങ്ങളായി നാടൻ പാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ വനിതാ രത്നത്തിന് കേരള സാഹിത്യ അക്കാദമി ടി.പി. സുകുമാരൻ എൻഡോമെന്റ് പുരസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസ് സ്ത്രീശക്തി അവാർഡ്, TSBC മലയാളി മുദ്ര അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 18ഓളം കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതി ഫോക്ക് അക്കാദമി എന്ന നാടൻ കലാസംഘത്തിന് രൂപം നൽകി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കുകയാണ് ഇന്ന് പ്രസീതയും സംഘവും. കോമഡി ഉത്സവ വേദിയിൽ പ്രസീത ചാലക്കുടിക്ക് ആദരവ്. എന്തുണ്ട്? നല്ലത് നന്നായി പോണു. ഞാൻ ഈയിടയ്ക്ക് പ്രസീത നമ്മള് മിക്കവാറും ആശംസ വീഡിയോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പറയുന്നത് മിക്കവാറും എല്ലാവരും ഹായ് ഞാൻ ഇതാണ് സംഭവം എന്നല്ലേ പറഞ്ഞത്. ഈ ആശംസ വീഡിയോയിലും ഈ ആൾക്കാരെ ഇളക്കി മറിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് പ്രസീതയാണ്. പ്രസീത ആശംസ എല്ലാരും സൂപ്പറല്ലേ അങ്ങനെയല്ലേ ആശംസ വീഡിയോ. പ്രസീത സാധാരണ ഒരു സ്റ്റേജ് തുടങ്ങുമ്പോൾ ചെയ്യണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, തുടക്കത്തിൽ പറയുന്ന ഒരു സാധനം, അതൊന്ന് പറയൂ ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൈ പൊക്കിട്ടൊരു കൈ എഴുതാനേ. നാടൻ പാട്ടുകൾ അല്ലേ, നാടൻ പാട്ടുകൾ തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ പ്രസീത ഇത് പോപ്പുലർ ആക്കുന്ന പ്രസീതയുടെ കൂടെ വേറൊരു ടീം തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. വേറെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ 2002 വന്നത്. അത് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് മാഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ കൂടെയാണ്. പിന്നെ അവിടെ നിന്നാണ് നാടൻ പാട്ട് കിട്ടണത്. അത്രയും നാളെ നാടൻ പാട്ടൊന്നും പാടില്ലായിരുന്നു. കാരണവന്മാരെ അച്ചാച്ചനൊക്കെ പാടാറുണ്ടെങ്കിലും ഞാൻ നാടൻ പാട്ട് പാടില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനെ നിന്നെ കാണാൻ എന്നെക്കാളെന്നുള്ള കവിത കിട്ടി. ആ കവിത പാടിയിട്ടാണ് നാടൻ പാട്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് എനിക്ക് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ. അതെ. പിന്നെ വേറൊരു ഇന്റർവ്യൂവിൽ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പാടുമ്പോ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നോ കുഞ്ഞി പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നോ കുഞ്ഞി പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും കുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലാമുട്ടിൻ പല്ലില്ലേലും തങ്കം പോലെ മനസ്സുണ്ടല്ലോ, തളിരു പോലെ മിനുപ്പുണ്ടല്ലോ, എന്നിട്ടെന്തേ അവളെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നോ കുഞ്ഞി പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. പ്രസീത ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ എപ്പോഴും ഇളക്കി മറിക്കാറാണല്ലോ പതിവ്. നമുക്കിപ്പോ എന്തായാലും നമ്മുടെ ഈ ഒരു വേദി അങ്ങോട്ട് കൈ തരുന്ന ഇളക്കി മറിച്ചോളൂ, ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. വേറൊരു ചോദ്യം, ഇനി എത്ര പാട്ടുണ്ട് ഇവിടെ പാടാനായിട്ട്? ഞാൻ എത്ര പാട്ട് പാടണം? കുട്ട കരയിലെ കുട്ട എന്നുള്ള പാട്ടാണ് പാടാൻ പോണത്. ഈ കൂട്ടത്തില് കുട്ടന് അച്ഛന്റെ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ. കുട്ടൻ അച്ഛന്റെ പേരുള്ള ആരുമില്ല. മക്കളെ കുട്ടാന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എല്ലാ ആമ്പിള്ളേരും നമ്മള് കുട്ടാന്ന് വിളിക്കും. മോനെ ഡീനെ മോനെ വിളിക്കാറില്ലേ കുട്ടാന്ന്? ഉണ്ട്. മോന് വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടാ. കൈയടിച്ച് കൂടില്ലേ? ആയിക്കോട്ടെ. കുട്ട
ഇതാണ് പ്രസീത. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനാണ് കൈയടി കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു സ്റ്റേജ് ഇളക്കി മറിക്കുക. ഏത് ഇവന്റിന് പോയിട്ടുണ്ടെങ്കിലും പ്രസീത ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് കാണുമ്പോൾ ലിസ്റ്റാണ്, പ്രസീത ഉണ്ടല്ലേ, ആ സമയം തൊട്ട് പിന്നെ ബാക്കി ഒന്നും താഴോട്ട് പോകണ്ട കേട്ടോ, എല്ലാം മുകളിലോട്ട് തന്നെ പുറകോട്ടെ എന്ന് പറയും. കാരണം അവിടെ തൊട്ട് പിന്നെ എനർജിയിൽ അങ്ങ് കയറി കഴിയും ഓഡിയൻസ്. നാടൻപാട്ടിന്റെ ശക്തിയാണ് പ്രസീതയുടെ അല്ലാതെ നമ്മുടെ എല്ലാം സിരകളിൽ ലയിച്ചു ചേർന്നേക്കണ ആ ഒരു താളബോധത്തിന്റെ ഒരു ശക്തിയാണ്. അതിന്റെ ക്രെഡിറ്റ് നാടൻപാട്ടിന് മാത്രമാണ്, നാടൻപാട്ട് കൈകാര്യം ചെയ്യണവർക്ക് മാത്രമാണ് അത്. എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചു, മണിച്ചേട്ടൻ്റെ കൂടെ പ്രസീത പാടിയിട്ടുണ്ടോ? മണിച്ചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. നാട്ടിലെ പരിപാടികൾക്ക് പുറമെ പറഞ്ഞ പോലെ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് പുറത്ത് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. ആ പരിപാടികളാണ് കൂടുതലും മണിച്ചേട്ടൻ്റെ കൂടെ പാടിയേക്കണത്. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും മണിച്ചന്റെ കൂടെ പാടിയതിൽ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാം. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റെ ഒപ്പേ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടും നോപ്പേ. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റെ ഒപ്പേ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടും നോപ്പേ. ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടം കാട്ടിടണുണ്ട്, എന്നോടങ്ങിടൻ്റെ പേ ചെല്ലാന്. കിഴക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കൊന്നു ചെല്ലാന്. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റെ പേ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോ പേ. ഈ പാട്ടാണ് ഈ മണിച്ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഒന്ന് കഴിഞ്ഞ മാസ്റ്റർ വിഷന്റെ അവാർഡ് നൈറ്റിന് ദുബായിൽ ഏറ്റവും അടിച്ചു പൊളിച്ചത് ആ ഒരു 20 മിനിറ്റ് പ്രസീതനെ ഏൽപ്പിച്ചാൽ മതി, തകർത്ത് പൊളിച്ചു തന്നു. ഇത് കൂടാതെ എന്റെ മോന് ഈ വർഷത്തെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില് ഇതുണ്ട്, ഡ്രാമയ്ക്ക് എ ഗ്രേഡ്, അതുപോലെ ബെസ്റ്റ് ആക്ടറും കിട്ടി. അപ്പോ അതിന്റെ മുക്കുവാനായിട്ടാണ് അവൻ അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രസീതയാണ് പാടിയിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനീ അടുത്ത കാലത്താണ് അറിഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അവിടെ ടീൻ ചേട്ടൻ, രമേഷ് പിഷാരടി ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവള് ആ കുട്ടി നീയ ജോയ് എന്ന് പറയുന്ന കുട്ടി ചേട്ടൻ്റെ ഒക്കെ ടീമിൽ നിന്നാണ് പാടി തുടങ്ങിയത്. പിന്നെ ഞാൻ അറിഞ്ഞു, അവിടെ ചെല്ലുമ്പോഴാണ് ചേട്ടൻ പറയണത് ആ നാടകത്തിൽ ഞാനാണ് പാടിയെന്നുള്ളത്. അങ്ങനെ ഞാൻ വളരെ സന്തോഷം ചേട്ടാ. അതില് മോഹനേട്ടനാണ് അതിന്റെ നന്ദി നാടകത്തിൽ പാടാൻ. സ്റ്റേറ്റിലൊക്കെ ഒരു എ ഗ്രേഡ് ഫസ്റ്റ് ഒക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എല്ലാം കൂടി കൊണ്ടാണ്. അപ്പൊ അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവന്റെ വരവുണ്ട്, വഞ്ചിയിലുള്ള വരവിലൊക്കെ ഫീൽ കൊടുത്തിരിക്കുന്നത് പ്രസീതയാണ്. പിന്നെ നമ്മുടെ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഷോയിലും നെടുന്തൂണാണ് പ്രസീത. എന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്. കാരണം അതിന് മുമ്പ് പറയും, ചേട്ടാ ഞാൻ കയറാൻ പോകണം, പൊളിക്കാൻ പോകണം. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു ധൈര്യമാണ്. കാരണം ഒറ്റൊരാളിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ അത്രയും കഴിവ് വേണം. നമ്മളൊരു സ്റ്റേജ് ഷോസ് എന്ന് പറയുമ്പോൾ ഒരാളിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ ഈ മൊത്തം ഷോ അതിലായിരിക്കും നിൽക്കണതേ. ഒരാൾ കയറ്റിയിട്ട് പിന്നെ അടുത്ത ലിഫ്റ്റ് ചെയ്യാണ്. ആ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് പ്രസീത. ഷോനെ ഒരു റേഞ്ചിലേക്ക് കൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഓൾറെഡി ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകാൻ സുഖമാണ്. സത്യമാണ്. അപ്പൊ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈലറ്റാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ടിനി പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂളിലൊക്കെ നമുക്ക് ഈ പഠിക്കാനുള്ള പാഠ്യ വിഷയങ്ങളിൽ ചില ആൾക്കാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, കവികളെ കുറിച്ച് അല്ലെങ്കിൽ മഹാന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഫെസ്റ്റിവൽ പ്രളയം കാരണം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ അടുത്തിടെ കുറേ പരിപാടികൾക്ക് പോയി. അപ്പോൾ ഈ പരിപാടി പോകുന്ന സ്കൂളിലെല്ലാം അവിടെ പിള്ളേർ ഡാൻസ് ചെയ്യുന്നത് പ്രസിദ്ധ ഒരു ഓണപ്പാട്ട് പാടിയായിരുന്നു. ജിങ്ക 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 ആ പാട്ടാണ്. അത് എല്ലാ നമ്മൾ പോയ പല സ്കൂളിലെ പിള്ളേർ ഡാൻസ് ചെയ്തത് ആ ഡാൻസാണ്. അതൊരു ഒന്ന് കേട്ടാലോ. ഓണത്താറാടി വരുന്നടി കുഞ്ചി, ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നടി കുഞ്ചി, ഓണത്താറാടി വരുന്നേ. ജിങ്ക 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 ജിങ്ക. തുമ്പനെ കണ്ടോടി, ഓന്റെ നിക്കറ് കണ്ടോടി, ഓലാങ്കൊട്ടവൾ നെയ്തുണ്ടാക്കിയ ചപ്പല് കണ്ടോടി, ഓന്റെ ചമ്മല് കണ്ടോടി. തുമ്പനെ കണ്ടോടി, ഓന്റെ നിക്കറ് കണ്ടോടി, ഓലാങ്കൊട്ടപ്പോൾ നെയ്തുണ്ടാക്കിയ ചപ്പല് കണ്ടോടി, ഓന്റെ ചമ്മല് കണ്ടോടി. രണ്ടുപേരും വരും. സ്റ്റേജ് എന്ന് പറയുന്നത് റൂൾ ചെയ്യണ വ്യക്തിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ നേരത്തെ ടിഞ്ചേട്ടൻ പറഞ്ഞ പോലെയാണ്, നമുക്ക് ഈ ഒരു പരിപാടി ഇച്ചിരി ഒന്ന് ഡ്രോപ്പ് ആണെങ്കിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നേരെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി, അങ്ങ് കയറിക്കോളും. അപ്പോൾ ആ പ്രസീതയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ ആദരം. പ്രജോട്ട പ്ലീസ്.
ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ PhDക്ക് കേരള കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്തൊരു സ്റ്റുഡൻ്റാണ്. കാരണം എത്ര പട്ടിണി ഉണ്ടെങ്കിലും BSc ബോട്ടണി കഴിഞ്ഞ് MAയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടായിരുന്നു. ആ MAക്ക് പഠിക്കണ കാലത്ത് തന്നെ ഇത് കുറേ സഹതപിച്ച് പറയണതൊന്നല്ല, എൻ്റെ ഒരു അനുഭവം പറയാണ്. ഫ്ലവേഴ്സ് ചാനലാകുമ്പോൾ ലോകത്ത് എല്ലാവരും കാണുന്ന ചാനൽ, ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാ. MAക്ക് പഠിക്കുന്ന സമയത്ത് 11 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പാട്ട് പാടാൻ വേണ്ടി പോയിട്ട്. കാരണം വടകരയിലാണ് പഠിക്കുന്നത്, തൃശ്ശൂർ വന്ന് പാട്ട് പാടണം. പാട്ട് പാടി എന്നും 11 മണിക്കൂർ വെള്ളിയാഴ്ച വരെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ. അപ്പം അന്ന് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം നാടൻപാട്ട് പാടുന്നതിൻ്റെ കൂട്ടത്തിൽ പഠനം കൊണ്ടുപോകണോണ്ട് റാങ്ക് മേടിക്കണം, ഒപ്പം JRF യൂണിവേഴ്സിറ്റി UGC നെറ്റ് JRF ഒറ്റയടിക്ക് എക്സാമിന് എഴുതിയെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ അതൊരു പൊങ്ങച്ചായിട്ട് ആരും കാണരുത്. പക്ഷെ ഇന്ന് ഫോക്ലോർ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി തീരെ ഇല്ലാത്തൊരു വിഷയമാണ്. കലാമണ്ഡലത്തിൽ ഞാൻ പഠനം ആരംഭിച്ചിട്ട് അവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ പാട്ടിലേക്ക് ഇറങ്ങിയേക്കാണ്. കാരണം ഞങ്ങളെപ്പോലെ വരുന്ന ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്ന ഒരു വിഷയമാണ് ഫോക്ലോർ. ഏറ്റവും ജനങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഫോക്ലോർ, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു വിഷയത്തിന് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലാതെ ഇന്ന് കേരളത്തിൽ എവിടെയും സാധ്യതയില്ല. അപ്പോൾ ആ സാധ്യത വരുത്തുന്നതിന് വേണ്ടി ഈ പരിപാടി കാണുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമം നടത്തണം. ഞങ്ങൾ ഒരുപാട് പേര് ആ ഒരു ത്യാഗത്തിലാണ് തിരിച്ചറിയുന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. നമ്മുടെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഓട്ടൻ തുള്ളൽ പോലുമില്ല, പ്രാചീന കലകളും ഇതിനുള്ളൊരു ക്രാഷ് കോഴ്സ് പോലെയെങ്കിലും സ്കൂളിൽ ചെയ്യണമെന്നുള്ള പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ കലകൾ, കേരളത്തിന്റെ പാട്ടുകളൊക്കെ അന്യം നിന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത തലമുറ അതിനെക്കുറിച്ച് അവെയർ ആയേ പറ്റുള്ളൂ, അടുത്ത തലമുറ അതിനെക്കുറിച്ച് പഠിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ മറ്റ് എന്താ പറയുക ലോകത്തിന്റെ പല രാജ്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള ഈ കാര്യങ്ങളും കൂടി പഠിപ്പിക്കാനായിട്ട് പാഠ്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ ആഗ്രഹം. എല്ലാ നാടുകളിലും ഉണ്ട്. ഇപ്പൊ ബ്രസീലിലെ എന്താണ് അവരുടെ റിയോയിലുള്ളത് അല്ലെ, റിയോ കാർണിവലില് സൽസ, അതുപോലെ തന്നെ ഓരോ നാട്ടിലെ ആ കൾച്ചർ അവരെ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമാണ് കഥകളി, ഓട്ടംതുള്ളലും ഈ ഫോക്ലോറും ഒന്നും പഠിപ്പിക്കാത്തത്. അല്ല, ഇതിൽ വേറൊരു വിഷയം കൂടി ഉണ്ട്. കാരണം നാടൻപാട്ട് തനി നാടൻപാട്ടുകളായിട്ടും എഴുതപ്പെട്ട പാട്ടുകൾ, ഞാൻ സ്റ്റേജിൽ പാടുന്നത് എഴുതപ്പെട്ട പാട്ടുകളാണ്. തനി നാടൻപാട്ടുകൾ വേണമെങ്കിലാണ് പാടിക്കൊടുക്കാറുള്ളൂ. പക്ഷെ ഇത് തുറന്നു വിടാനായിട്ട് തനി നാടൻപാട്ടുകളെ സ്നേഹിക്കുന്ന ആളുകൾ തയ്യാറാവണില്ല എന്നുള്ളതാണ്. തനി നാടൻപാട്ടുകൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ വിചാരിക്കരുത്. നാടൻപാട്ടിന്റെ എക്സാമ്പിൾ പറയും. ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാട് പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാട് പാമ്പേ പാലുന്നൂറും കണ്ടിട്ടാണോ ആടാടു പാമ്പേ പാലുന്നൂറും കണ്ടിട്ടാണോ ആടാടു പാമ്പേ. ഇങ്ങനെയുള്ള കുറെ നാടൻപാട്ടുകൾ നമുക്ക് ഇതൊക്കെ തുറന്നു വിടണം. ഒരു സ്റ്റേജ് ഇളക്കി മറിക്കുക മാത്രമല്ല, പ്രസീത ശരിക്കും മനസ്സിൽ വന്നത് തുറന്നു പറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. അത് ആലോചിച്ച് നോക്കണം. ശരിക്കും ജീവിതം ഈ പറഞ്ഞതുപോലെയാണ്. ഫോക്ലോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരാളാണ്. പഠിത്തവും അതിൽ തന്നെയാണ്, PhD എടുക്കാൻ പോയതും അതിൽ തന്നെയാണ് അല്ലേ. എല്ലാം MAയിൽ റാങ്ക് ഹോൾഡറാണ്. എല്ലാ തരത്തിലും പ്രസീത ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ വലിയ പ്രിവിലേജ്. താങ്ക്സ് അലോട്ട് പ്രസീത. എല്ലാവരും പ്രസീതയ്ക്ക് വേണ്ടി മ്യൂസിക്.